മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പൊതുതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്, ജില്ലാ പോലീസ് മേധാവി ആർ. വിശ്വനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. രാവിലെ 6-ന് മോക്ക് പോൾ നടക്കും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ബുധനാഴ്ച രാവിലെ മുതൽ നടക്കും. ജില്ലയിൽ 15 ബ്ലോക്കുകളിലും 12 മുനിസിപ്പാലിറ്റികളിലുമായി 27 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ആകെ 20,848 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്. 4,343 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും 8,686 പോളിംഗ് ഓഫീസർമാരും വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഡ്യൂട്ടിയിലുണ്ടാകും. 869 വീതം പ്രിസൈഡിംഗ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ, 1,738 പോളിംഗ് ഓഫീസർമാർ എന്നിവർ റിസർവിലുമുണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമാധാനപരമായ നടത്തിപ്പിനായി 7,000-ഓളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ജില്ലയിലെ 2,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റു ജില്ലകളിലെ ബറ്റാലിയനുകളിൽ നിന്നായി 3,000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ ലോക്കൽ പോലീസിന് പുറമെ ക്രൈംബ്രാഞ്ച്, വിജിലൻസ്, എക്സൈസ്, ഫോറസ്റ്റ്, മോട്ടോർ വാഹന വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരെയും ഹോംഗാർഡുമാരെയും നിയോഗിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി 1,618 പേരെയും ബൂത്തുകളിലെ സുരക്ഷാ ചുമതലയിൽ നിയോഗിക്കുന്നുണ്ട്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പുള്ള സമയം മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ 27 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ വിവിധ ഡിവൈഎസ്പിമാരുടെ കീഴിൽ പോലീസിന്റെ ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പോളിംഗ് ബൂത്തിലേക്കും പോൾ ചെയ്ത ഇവിഎമ്മുകൾ സുരക്ഷിതമായി തിരികെയും എത്തിക്കും. പോളിംഗ് ബൂത്തുകളിലും ഡിവൈഎസ്പിമാരുടെ കീഴിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം പഞ്ചായത്തുകളിൽ പോളിംഗ് സ്റ്റേഷന് 200 മീറ്റർ അകലത്തിലും മുനിസിപ്പാലിറ്റികളിൽ 100 മീറ്റർ അകലത്തിലും മാത്രമേ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കാവൂ. തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ, വരണാധികാരി, സുരക്ഷാ ഉദ്യോഗസ്ഥർ, പ്രിസൈഡിംഗ് ഓഫീസർ, വെബ്കാസ്റ്റിംഗ് ഓഫീസർ, സെക്ടറൽ ഓഫീസർ എന്നിവരൊഴികെ മറ്റാർക്കും പോളിംഗ് സ്റ്റേഷനുകൾക്കകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതിയില്ല. അന്ധത മൂലമോ മറ്റ് ശാരീരിക അവശത മൂലമോ ഒരു സമ്മതിദായകന് ചിഹ്നം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുന്നതിനുള്ള ബട്ടൺ അമർത്തുന്നതിനോ വോട്ടിംഗ് മെഷീനിലെ ബാലറ്റ് ബട്ടണോട് ചേർന്നുള്ള ബ്രെയിൽ ലിപി സ്പർശിച്ച് വോട്ട് ചെയ്യുന്നതിനോ പരസഹായം കൂടാതെ കഴിയുകയില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യം വരുന്ന പക്ഷം വോട്ടർക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുന്നതിന് 18 വയസ്സിൽ കുറയാത്ത പ്രായമുള്ള ഒരു സഹായിയെ കൊണ്ടുപോകാൻ അനുവദിക്കും. അത്തരം അവസരത്തിൽ സമ്മതിദായകന്റെ ഇടത് ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നതോടൊപ്പം സഹായിയുടെ വലതു കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു സമ്മതിദായകന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ വോട്ട് രേഖപ്പെടുത്തില്ലെന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് താൽപര്യമുള്ള തലത്തിലെ വോട്ട് മാത്രം രേഖപ്പെടുത്തിയ ശേഷം അവസാന ബാലറ്റിലെ എൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് വോട്ടിംഗ് അവസാനിപ്പിക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താം. വാർത്താ സമ്മേളനത്തിൽ പൊതുനിരീക്ഷകൻ പി.കെ. ആസിഫ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി.ആർ. ജയന്തി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ. മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ? പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട. പേയ്മെൻറ്റ് ഇവിടെയുണ്ട്. ഇനി റെഡി ക്യാഷ് വേണ്ട, പലിശയും വേണ്ട. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല. നിങ്ങളുടെ EMI ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട്. ഇനിയും എന്തിനു കാത്തിരിക്കണം? നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾ അറിയാനും EMI പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ.